ട്രാവൽ ആൻഡ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്ന പാം ഓയിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ലഭിക്കുന്നുവെന്ന് അറിയാമോ? അതിരമ്പള്ളി പൊള്ളാച്ചി യാത്രക്കിടയിലാണ് ഈ എണ്ണപ്പനത്തോട്ടം കാണാനിടയായത്. അതിരമ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ ചാലക്കുടി പുഴയ്ക്ക് ഇരുവശത്തുമായി ഓയിൽ കോർപ്പറേഷൻ നട്ടുവളർത്തിയ എണ്ണപ്പനത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. അതിമനോഹരമാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര. എന്നിരുന്നാലും ഈ സസ്യ എണ്ണയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ എണ്ണയ്ക്ക് ഇത്രയും സ്വാധീനമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. നമ്മളിൽ പലരും തിരിച്ചറിയാത്ത വിധം അദൃശ്യമായ സാന്നിധ്യമായ ഈ എണ്ണ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ന്യൂഡിൽസ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ലിപ്സ്റ്റിക്, ഐസ്ക്രീം, ടൂത്ത് പേസ്റ്റ്, മോയ്സ്ചർ ക്രീം, ബേക്കറി ഐറ്റംസ്, ഷാംപൂ എന്നിവയിലെല്ലാം പാം ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ വസ്തുക്കളിൽ പാം ഓയിൽ എന്ന് എഴുതിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ നേരിട്ട് പാം ഓയിൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായ അസംസ്കൃത വസ്തുവിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പരോക്ഷമായിട്ടെങ്കിലും പാം ഓയിൽ ഉപയോഗിച്ചു വരുന്നു. WHO കണക്ക് പ്രകാരം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാതെ വർഷം തോറും കഴിക്കുന്നത് 8 കിലോയോളം പാം ഓയിലാണ്. ഇന്ത്യയിൽ പാം ഓയിൽ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങളിൽ പറയുന്നു. 2022 30 ലക്ഷം ടൺ ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ 2022 ആയപ്പോഴേക്കും 1 കോടി ടൺ ആയി ഉപയോഗം ഉയർന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ പാം ഓയിലിൻ്റെ 96% ഇറക്കുമതി ചെയ്യുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ്. പാം ഓയിലിൻ്റെ നിർമ്മാണത്തിൽ 80% ഈ രാജ്യങ്ങളിൽ നിന്നാണ്. സാധാരണ ഒരു കർഷകന് വെളിച്ചെണ്ണ, സൂര്യകാന്തി എണ്ണ എന്നിവ നിർമ്മിക്കുന്നത് പോലെ ഒരു സാധാരണ മില്ലിൽ പാം ഓയിൽ നിർമ്മിക്കാൻ കഴിയില്ല. പാകമായ പനങ്കായ 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇടത്തരം കർഷകർ തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പനങ്കായ നിർമ്മാണ കമ്പനികൾ നേരിട്ട് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. എണ്ണപ്പനയുടെ കായയുടെ പൾപ്പിൽ നിന്നാണ് സാധാരണ നാം ഉപയോഗിക്കുന്ന പാം ഓയിൽ നിർമ്മിക്കുന്നത്. പൾപ്പിനകത്തെ കുരു ആട്ടി എടുക്കുന്ന പാം കെർണൽ ഓയിലും വിപണിയിൽ ലഭ്യമാണ്. ഇതിലെ ഉയർന്ന തോതിലുള്ള ബീറ്റ കരോട്ടീനുകളാണ് പാം ഓയിലിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതുകൊണ്ടാണ് പാം ഓയിലിന് സ്വാഭാവികമായ ചുവപ്പ് രാശിയുള്ള നിറം കാണുന്നത്. റിഫൈൻഡ് പാം ഓയിലിൽ ബീറ്റ കരോട്ടിൻ്റെ അളവ് തീരെ കുറവായിരിക്കും. സ്വാഭാവിക പാം ഓയിലിൻ്റെ സാച്ചുറേറ്റഡ് ഫാറ്റ് 49% വെളിച്ചെണ്ണയുടെ പകുതിയോളം മാത്രം. പാചകരംഗത്ത് പാം ഓയിലിന് സ്വന്തമായൊരു സ്ഥാനമുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയുടെയും എള്ളെണ്ണയുടെയും ഒക്കെ വില വളരെ കൂടുതലാണെന്നതും വില കുറഞ്ഞ ബ്രാൻഡുകൾ അപകടകരമാം വിധം മായം കലർന്നതാണെന്നതുമൊക്കെയാണ് ജനങ്ങളെ പാം ഓയിലിലേക്ക് ആകർഷിക്കുന്നത്. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വയ്ക്കാവുന്ന ജൈവ എണ്ണയാണ് പാം ഓയിൽ. എള്ളെണ്ണയുടെയും വെളിച്ചെണ്ണയുടെയും ഗുണമേന്മയോ ഔഷധമൂല്യമോ ഇല്ലെങ്കിലും പാചക ആവശ്യങ്ങൾക്കായി ധാരാളം പേർ പാം ഓയിലിനെ ആശ്രയിക്കുന്നു. പൊതുവെ വിലക്കുറവാണെങ്കിലും അമിതമായ ലാഭക്കൊതി ഇവിടെയും മായം ചേർക്കലിനു കാരണമാകുന്നു. നാച്ചുറൽ പൊട്ടാഷും മണിച്ചോളത്തിൻ്റെ ഇലത്തണ്ടിൽ നിന്നുണ്ടാക്കുന്ന റെഡ് ഡൈയുമാണ് പാം ഓയിലിൽ ചേർക്കുന്ന പ്രധാന മായങ്ങൾ. എണ്ണപ്പനയുടെ പൾപ്പിൽ നിന്ന് തന്നെ ഭക്ഷ്യോപയോഗമല്ലാത്ത എണ്ണയും ഉണ്ടാകുന്നുണ്ട്. ഇതും പാചകാവശ്യത്തിനുള്ള പാം ഓയിലിൽ കലർത്തി വിപണിയിലെത്തിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത എണ്ണയ്ക്ക് നല്ല പാം ഓയിലിൻ്റെ രൂപഭാവങ്ങൾ വരുത്താൻ നടത്തുന്ന ബ്ലീച്ചിങ്ങും ഡിയോഡറൈസിങ്ങും പോലുള്ള
പ്രക്രിയകളിലൂടെ നഷ്ടപ്പെടുന്ന ഗുണങ്ങളും കലർത്തുന്ന കെമിക്കലുകൾ ഉണ്ടാക്കുന്ന മായവും പാം ഓയിലിനുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പാം ഓയിലിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? താരതമ്യേന എളുപ്പത്തിൽ പാം ഓയിലിലെ മിക്ക മായങ്ങളും കണ്ടെത്താം. മായം ചേർത്ത പാം ഓയിലിൻ്റെ നിറം, മണം, രുചി, പ്രകൃതം എന്നിവ മിക്കവാറും വ്യത്യാസപ്പെട്ടിരിക്കും. നിറമില്ലാത്ത ഒരു ചില്ലു ഗ്ലാസ്സിൽ കുറച്ച് പാം ഓയിൽ എടുത്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ പാം ഓയിൽ കട്ട പിടിക്കുകയും മായം കലർന്നിട്ടുണ്ടെങ്കിൽ അവ വേറിട്ട് നിൽക്കുകയും നിറവ്യത്യാസം കാണിക്കുകയും ചെയ്യും. ഒരു ഹോട്ട് പ്ലേറ്റിൽ വെച്ച് പാം ഓയിൽ ചൂടാക്കിയാൽ നിറവ്യത്യാസം വേഗം തിരിച്ചറിയാം. രാസമാലിന്യം ഉണ്ടോ എന്നറിയാൻ ഏതാനും തുള്ളി എണ്ണയിലേക്ക് അല്പം മഞ്ഞ വെണ്ണ ചേർത്ത് നടത്തുന്ന പരിശോധന പാം ഓയിലിൻ്റെ കാര്യത്തിലും ഫലപ്രദമാണ്. നിറം ചുവപ്പായി മാറുന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ മായമുണ്ട്. ഹൈ മെഷീനറി ഉപയോഗിച്ച് വിവിധ ഘട്ടങ്ങളായ പ്രക്രിയകളിലൂടെയാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ആയതിനാൽ തന്നെ അസംസ്കൃത ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ ഈ എണ്ണയുടെ നിർമ്മാണ വേളയിൽ പാം ഓയിലിൻ്റെ കൂടെ ചേർക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ തുച്ഛമായ വിലക്കുറവിൽ വിപണിയിൽ എത്തിക്കാൻ നിർമ്മാണ കമ്പനികൾക്ക് സാധിക്കുന്നത്. ട്രാവൽ ആൻഡ് സ്റ്റഡി എന്ന ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.